നമസ്കാരം. കർക്കിടക മാസം പിറക്കാൻ പോവുകയാണ്. ജൂലൈ 16-ാം തീയതിയാണ് കർക്കിടകം പിറക്കുന്നത്. എന്നാൽ കർക്കിടക മാസത്തിന് മുന്നോടിയായി തന്നെ ചില നക്ഷത്രക്കാർക്ക് ചില കഷ്ടതകൾ, ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഏറ്റവും ശുഭകരമായി തന്നെ കർക്കിടക മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ ഒരു പരിധിവരെ രോഗദുരിതങ്ങൾ ഒഴിയുവാൻ സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ പ്രത്യേകിച്ചും കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചന്ദ്രൻ സ്വക്ഷേത്ര ബലത്തോടെ 4-ാം ഭാവത്തിൽ നിൽക്കുകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, ഉല്ലാസകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ലഘുയാത്രകൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഭക്ഷണസുഖം വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏത് കാര്യവും ചിന്തിച്ച് ആലോചനാപൂർവം തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ വാക്കുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുവാനും അത് പലവിധ അനുകൂലമായ ഘടകങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. വന്നു ചേരേണ്ട സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തിലും ഭാഗ്യം തുണയ്ക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ കർക്കിടക മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പലവിധ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ഒഴിയുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഒരിക്കലും മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദേഹസുഖവും മനസന്തോഷവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുണ്ട്. പല വിധത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലവിധ പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യതടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് സമാധാനക്കുറവ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലമതിക്കുന്നതായി മാറും. വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പലവിധ നഷ്ടങ്ങളെയും അത് ഫലപ്രദമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല തീരുമാനങ്ങളും ധൈര്യപൂർവ്വം എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇപ്പോൾ ഉള്ള പല കഷ്ടതകൾക്കും എപ്രകാരം പരിഹാരം കാണണം എന്ന വ്യക്തമായ ചിന്തയും മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് പറയാം. സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സുഖഭക്ഷണ യോഗം വന്നു ചേരാം. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ. ജോലിഭാരം അല്പം വർദ്ധിക്കുന്നു എങ്കിൽ പോലും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. അപ്രീതി ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. വരവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പിണങ്ങിയ വ്യക്തികൾ ഇണങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതായത് വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവുമുണ്ട്. അതിനാൽ തന്നെ ഈ സമയം പൊതുവെ ധനപരമായ നേട്ടങ്ങളും അനുകൂലമായ ഫലങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക.
അത്തം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. മറ്റൊരു കാര്യം കൂടി ഓർക്കുക, ചന്ദ്രസഞ്ചാരം 11ാം ഭാവത്തിലാകയാൽ നിങ്ങൾക്ക് മേന്മ കൂടുന്നതായ സമയമാകുന്നു. വാക്കുകൾക്ക് ബഹുമാനം വന്നു ചേരും. ചെറിയ പ്രയത്നത്താൽ തന്നെ ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭക്ഷണ സംതൃപ്തി പോലും വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ അഥവാ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് എന്ന് ഓർക്കുക. കാര്യസാധ്യവുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടിവരും. എന്നിരുന്നാൽ പോലും അത് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം ചെലവുകൾ അല്പം നിയന്ത്രിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകർ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹകരണങ്ങൾ വന്നു ചേരുകയും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച വന്ന് ചേരുന്നതായ സമയം. ഉദ്യോഗവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ഓർക്കുക. ചോതി നക്ഷത്രക്കാർക്കും രാമായണ മാസത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ന്യായമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ചോതി നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാകുന്നു. ന്യായമായ കാര്യങ്ങൾ നടക്കും എന്നതാണ് വാസ്തവം. ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ വന്നു ചേരാം. അഥവാ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം കിട്ടുന്നതായ സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. യാത്രകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. മനസന്തോഷം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രണയബന്ധം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പലവിധ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിലെ മുതിർന്നവരുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. തീർച്ചയായും ഇഷ്ടദേവത കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും രാമായണ മാസത്തിന് മുൻപ് തന്നെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരും. രാമായണ മാസത്തിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരുന്ന സമയമാണ് എന്ന് പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ചതായ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രണയാഭ്യർത്ഥന അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം സഞ്ചാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും വരവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപുഷ്ടി വന്നു ചേരാം. ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും രാമായണ മാസത്തിന് മുൻപുള്ള ഈ സമയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അവിട്ടം നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രത്യേകിച്ചും രാമായണ മാസത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. പുതിയ ആശയങ്ങൾ കടന്നു വരാം. ഭാവനകൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നതായ സമയമാകുന്നു. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അനുകൂലമാണ് സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിച്ചതായ ആദായം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല വിധത്തിലും ബിസിനസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വിപുലീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഉദ്യോഗസ്ഥർക്ക് ചുമതല വർദ്ധിക്കും എങ്കിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വിനോദയാത്രകൾക്കുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുക, ആരോഗ്യപുഷ്ടി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്.
അതിനാൽ പ്രധാനമായും രാമായണ മാസത്തിന് മുൻപുള്ള ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക, ഇഷ്ടദേവതയെ ഭജിക്കുക. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാകുന്നു.